പ്രത്യേകിച്ച് പുതിയ സ്ഥാപനങ്ങളിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് മുന്നോടിയായി അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ബോണ്ട് ഒപ്പിടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ഈയിടെയായിട്ട് കൂടുതലുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ബോണ്ട് കാണിച്ച് വിദ്യാർത്ഥികളെ പേടിപ്പിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെ പണിയെടുപ്പിക്കുന്ന HR വിഭാഗം ധാരാളം കമ്പനികളിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണതകൾ നിയമപരമാണ്. ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അനാവശ്യ സ്വാധീനം, അതുപോലെ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, വഞ്ചന, തെറ്റിദ്ധരിപ്പിക്കൽ എന്നിവയൊന്നും ഇല്ലാതെ തൊഴിലാളി സ്വമനസാലെ അല്ലെങ്കിൽ സമ്മതത്തോടുകൂടി സ്ഥാപനത്തിന് സമർപ്പിക്കുന്ന എംപ്ലോയ്മെന്റ് ബോണ്ടുകൾ നിയമപരമാണ്. എന്നാൽ സ്വാധീനം, വഞ്ചന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഉടമ്പടികളാണെങ്കിൽ അവ നിയമവിരുദ്ധമാണെന്ന് അർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ഉടമ്പടികൾ ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയുടെ ഒരു കോപ്പി ഉദ്യോഗാർത്ഥികൾ വാങ്ങി സൂക്ഷിക്കണം. തരാൻ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ ചതി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് എന്തോ നിങ്ങളെ ചതിക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തോ ഒരു ക്ലോസ് അത്തരത്തിൽ എഗ്രിമെന്റിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിവിധ കോടതി ഉത്തരവുകൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിലുടമ നിങ്ങൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ടി ഒരു തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥാപനം നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ബോണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി തൊഴിലാളി തുടരാതിരിക്കുക അല്ലെങ്കിൽ രാജിവെച്ച് പോവുകയാണെങ്കിൽ ചിലവായ തുകയുടെ ഒരു ഭാഗം സ്ഥാപനത്തിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് വിവിധ കോടതി വിധികളിൽ കാണാവുന്നതാണ്. അങ്ങനെ വിധികൾ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 27 പ്രകാരം ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമാനുസൃതമായ തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരം അതല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ വിലക്കുന്ന എല്ലാത്തരം കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ ഉടമ്പടികളും ഒരു പരിധി വരെ അസാധുവാണ്. ആ കോൺട്രാക്റ്റിൻ്റെ അങ്ങനെയുള്ള അത്തരത്തിലൊരു കാര്യം ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടിയുടെ ആ ഭാഗം അസാധുവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പുതിയ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് ചേരുന്നതിൽ നിന്നും ഒരു വ്യക്തിയെ വിലക്കുന്ന യാതൊരു തരത്തിലുള്ള ഉടമ്പടികളും നിയമപ്രകാരമുള്ളതല്ല. നിലവിലുള്ള ജോലിയിൽ തുടരാമെന്ന് കരാറുണ്ടെങ്കിൽ പോലും മറ്റൊരു ജോലിയിൽ ചേരുന്നതിന് തടസ്സമില്ല. പക്ഷേ തൊഴിലുടമയ്ക്ക് ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾ വകവെച്ച് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ ജോലിക്കാരൻ്റെ മാത്രമാണ്. അതും പരിശീലനത്തിന് വേണ്ടി സ്ഥാപനം തുക ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം.